അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, സ്നേഹമുള്ളവരെ, കുടുംബത്തിന് അകത്ത് വീക്ഷിച്ചാലും സമൂഹത്തിലേക്ക് കണ്ണെറിഞ്ഞാലും ചില പ്രത്യേക മനുഷ്യരെ കാണാൻ പറ്റും. അവർ പണമരങ്ങൾ എന്നറിയപ്പെടും. അധ്വാനം കൊണ്ട് നട്ടെല്ല് തേഞ്ഞ് അധ്വാനം കാഴ്ചവെച്ച് തോളെല്ലുകൾ ഉരഞ്ഞ് തൻ്റെ കൊച്ചു വലയമായ കുടുംബത്തിന്, തൻ്റെ സമൂഹ പുനഃസൃഷ്ടിക്ക് അല്ലെങ്കിൽ സഭാസേവനത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് സ്വന്തം ജീവിതത്തെ മറ്റുള്ളവർക്കായി വ്യയം ചെയ്യുന്നവരുണ്ട്. പണമരങ്ങൾ സമ്പത്തുള്ള കാലത്ത് അവരുടെ ആ നേട്ടങ്ങളുടെ ആ പണമരങ്ങളിങ്ങനെ പൊഴിക്കുന്ന ഫലങ്ങളും ഇലകളും കാത്തു നിൽക്കുന്നവരുണ്ട്. ഈ പണമരങ്ങൾക്ക് വാർദ്ധക്യം കൊണ്ടോ രോഗം കൊണ്ടോ തന്നിൽ കായ്ക്കുന്ന ഈ പണസഞ്ചികൾ, പണഫലങ്ങൾ ഒന്ന് കുറഞ്ഞാൽ ഈ താഴെയിരുന്ന് തണൽ കൊണ്ടവരും പറിച്ച് ഫലം തിന്നവരും ഒഴിഞ്ഞു പോകും. പിന്നെ വെറും വീക്ഷകരും വിമർശകരുമാവും എന്ന് പറഞ്ഞ് അവരുടെ ഹൃദയം തൊട്ട് വായിലൂടെ ഒഴുകി വരുന്ന വാക്കുകളിൽ നിന്ദനവും കൃതജ്ഞതയും നന്ദികേടും നമ്മുടെ നേരെ വരും. അതുകൊണ്ട് പണമരങ്ങളായി നിൽക്കുന്നവർ അറിയുക, തണലും ഫലങ്ങളും കൊണ്ടവരും കൈക്കൊണ്ടവരും ഒരു നാളിൽ നിന്റെ കുറവിൽ ഈ പണം കായ്ക്കുന്ന മരത്തിൻ്റെ വാർദ്ധക്യ സമയങ്ങളിൽ എറിയുമവർ. ഫലത്തിനായി കല്ലെറിഞ്ഞവർ നമ്മുടെ ചില്ലകൾ തകർത്തെറിയും. വാക്കുകൾ കൊണ്ടും നോട്ടങ്ങൾ കൊണ്ടും തുപ്പലുകൾ കൊണ്ടും നിന്നിച്ചകന്നു പോകുന്ന ഒരു വൃന്ദം ചുറ്റുമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഫലം കായ്ക്കുക, പണം വിതറുക, തന്നെ ദൈവത്തിന് സമർപ്പിച്ചു മുന്നേറുക. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.